കാഴ്ചയുടെ വസന്തം തീർത്ത 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള. മൂന്നാം ദിനം പ്രദർശനത്തിനെത്തിയത് 71 ചിത്രങ്ങൾ. ക്ലാസിക് പടങ്ങളായ വാനപ്രസ്ഥവും ചെമ്മീനും തന്നെയായിരുന്നു ഇന്നത്തെ മുഖ്യ ആകർഷണം. വലിയ തിരക്കാണ് അവധി ദിനം കൂടിയായ ഇന്ന് എല്ലാ വേദികളിലും അനുഭവപ്പെട്ടത്. മൂന്നാം ദിവസം 11 തിയേറ്ററുകളിലായി 71 ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തിയത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 7 സിനിമകൾ, ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 3 ചിത്രങ്ങൾ, ഫെസ്റ്റിവൽ ഫേവറേറ്റ് വിഭാഗത്തിൽ 8 ചിത്രങ്ങൾ, വേൾഡ് സിനിമ വിഭാഗത്തിൽ 19 ചിത്രങ്ങൾ എന്നിങ്ങനെയാണ് ഇന്ന് പ്രദർശനത്തിന് എത്തിയത്. ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസ്ഥവും ചെമ്മീനും ഇന്നത്തെ മുഖ്യ ആകർഷണമായിരുന്നു. ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ കേട്ടുകേൾവി മാത്രം ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ചെമ്മീൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പിറവി ഇതുപോലുള്ള സിനിമകളൊക്കെ ഉണ്ടായിരുന്നുണ്ടെന്നൊക്കെ അത് പുതിയ നമുക്കറിയാം, ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. പഴയകാല സിനിമകൾ എങ്ങനെയായിരുന്നു നമ്മളോട് സംവദിച്ചിരുന്നെന്നും പുതിയ കാലത്തോട് അതെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ അതിൻ്റെ പൊളിറ്റിക്സൊക്കെ പുതിയ കാലത്തെ ഈ കാണികളായി വരുന്നവർക്ക് മനസ്സിലാക്കാനും അത് പുതിയ രീതിയിൽ ചിന്തിക്കാനൊക്കെ കഴിയും. ലോകവേദികളിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്, സെന്റിമെന്റൽ വാല്യൂ, ദി പ്രസിഡന്റ്സ് കേക്ക് എന്നിവയും ഇന്ന് പ്രദർശനത്തിന് എത്തി. കഴിഞ്ഞ 2 ദിവസവും അനുഭവപ്പെട്ട തിരക്ക് മൂന്നാം ദിവസവും തുടരുന്നുണ്ട്. സിനിമാ പ്രേമികളുടെ വലിയൊരൊഴുക്കാണ് മൂന്നാം ദിനത്തിലും കാണുന്നത്. അങ്ങനെ 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മൂന്നാം ദിവസമായി ഇന്നും വലിയ തരത്തിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. 71 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശനത്തിനെത്തിയത്. ഇതിനോടകം തന്നെ നിരവധി സിനിമകളുടെ ഷോ കഴിഞ്ഞു. ഇനിയും ഉണ്ട് ധാരാളം സിനിമകൾ. അതിനു വേണ്ടിയുള്ള തിരക്കിലാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ക്യൂവിലാണ് സിനിമാ പ്രേമികളെല്ലാം തന്നെ എന്ന് പറയാം. IFFK വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണാം, ഇനിയും വരും. നിരവധി വിശേഷങ്ങൾ ഇനിയും പങ്കുവയ്ക്കാനുണ്ട്. ക്യാമറ പേഴ്സൺ RK കുമാറിനൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.